സിറോ മലബാർ സഭയുടെ നാളത്തെ സിനഡ് യോഗത്തിൽ കുർബാന തർക്കം ചർച്ചയാകില്ല. സിനഡിന്റെ അജണ്ട സഭാധ്യക്ഷ തെരഞ്ഞെടുപ്പ് മാത്രമാണെന്ന് സഭാ അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ പറഞ്ഞു. മറ്റ് വിഷയങ്ങൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെടുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ നേതൃത്വത്തിൽ ചേരുന്ന സിനഡിൽ ചർച്ച ചെയ്യും. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. എബിൻ, നാളത്തെ യോഗത്തിൽ പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയിൽ വരും? ശ്രീലക്ഷ്മി, നാളെയാണ് സിറോ മലബാർ സഭയുടെ സിനഡ് ആരംഭിക്കുന്നത്. ഇതിൽ സഭാധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നതാണ് മുഖ്യ അജണ്ട. മറ്റു വിഷയങ്ങൾ ചർച്ചയാകില്ല എന്നാണ് ഇപ്പോൾ സഭാ അഡ്മിനിസ്ട്രേറ്ററായ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കുർബാന തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടുതൽ സംഘർഷമായ സാഹചര്യത്തിലേക്ക് കടക്കുന്നുണ്ടായിരുന്നു. ഇതൊന്നും ഇതിൽ ചർച്ചയാകില്ല. സിനഡിൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പാണ് മുഖ്യ അജണ്ട. ഇതിനുശേഷം മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുത്തതിനു ശേഷം മേജർ ആർച്ച് ബിഷപ്പിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സിനഡിലായിരിക്കും മറ്റു സഭയിലെ മറ്റു പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ചർച്ചയാവുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശ്രീലക്ഷ്മി, എബിൻ, കുർബാന തർക്കം സംബന്ധിച്ച ആ ഒരു ചർച്ച അതെപ്പോഴേക്കുണ്ടാകും എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നിലവിലെ സിനഡിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കണ്ട എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിന് ശേഷമായിരിക്കാം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ അത് സംബന്ധിച്ച ചർച്ചയിലേക്ക് കടക്കുകയും ഈ കാര്യങ്ങളെല്ലാം തന്നെ വത്തിക്കാനിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ മുഖ്യ അജണ്ടയായി സീറോ മലബാർ സഭയ്ക്ക് അധ്യക്ഷനെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ജോർജ് ആലഞ്ചേരി സ്ഥാനമൊഴിഞ്ഞ പദവിയിലേക്കാണ് ഇപ്പോൾ പുതിയ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത്. അതിലേക്കുള്ള വോട്ടെടുപ്പാണ് നാളെ ആരംഭിക്കുന്ന സിനഡിൽ നടക്കുന്നത്. നാളെ സിനഡിൽ ഉദ്ഘാടന സെഷനിൽ പ്രാർത്ഥനാ യോഗം മാത്രമാണ്. അതിനുശേഷമായിരിക്കും വരും ദിവസങ്ങളിലാണ് വോട്ടെടുപ്പുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുക. ശരി എബിൻ.